സംസ്ഥാനത്ത് വന്യജീവി ശല്യം രൂക്ഷമാവുകയാണ്. അതിരപ്പള്ളി പാലപ്പള്ളിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെറ്റിലപ്പാറയിൽ 14 കാട്ടാനകൾ ഇന്നലെ എത്തി. കോഴിക്കോട് കൂടരഞ്ഞി കുരിയോട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണെന്നും സ്ഥിരീകരിച്ചു. മലപ്പുറം തിരൂരിൽ പടിഞ്ഞാറക്കരയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത് പുലിയെന്ന സംശയത്തെ തുടർന്ന് പ്രദേശവാസികൾക്ക് വനംവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം. സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് ചേരും. അതുപോലെ കൂടരഞ്ഞിയിൽ നിന്ന് ഷഹദ് റഹ്മാനും പടിഞ്ഞാറക്കരയിൽ നിന്ന് സമീർ ബിൻ കരീമും ചേരുന്നു. ആദ്യം സൂരജ് സജി ചേരുന്നു. അതിരപ്പള്ളിയിൽ ഇന്നലെ രാത്രി മുതൽ കാട്ടാന ശല്യത്തിൻ്റെ ദൃശ്യങ്ങൾ നേരിട്ട് പകർത്താൻ എത്തിയതാണ് സൂരജ് സജി. രാത്രിയിൽ അപകടം ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഭയക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കാട്ടാനകൾ എത്തി അവിടെ കൃഷി നശിപ്പിച്ചു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ വെറ്റിലപ്പാറയിൽ. വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, ഇന്നലെ നമ്മൾ പ്രൈം ടൈം വിത്ത് എസ്കെനിലാണ് ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആ മേഖലയിൽ തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ ഒരു 8:50 കൂടിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ആ സമയത്ത് RRT സംഘം അടക്കം എത്തി. ഒരു 9 മണിയോടുകൂടി കാട്ടാനെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ മുകളിലേക്ക് കയറ്റിവിട്ടത് ഇന്നലെ നമ്മൾ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. എസ്കെൻ, അതിനുശേഷം സംഭവിച്ചതിലേക്കാണ് ഇനി പോകുന്നത്. 1 മണിയോടുകൂടി ആ ഒറ്റയാൻ വീണ്ടും ഈ മേഖലയിലേക്ക് മടങ്ങിയെത്തുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ആ തൊട്ട് താഴെ ഒരു വീടൊക്കെ ഉണ്ട്. അവരുടെ ആശങ്കയെല്ലാം നമ്മൾ പങ്കുവച്ചതാണ്. ഒരു ഒറ്റയാൻ മടങ്ങിയെത്തുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങ് കുത്തിമറിച്ചിടുന്നു. സമീപത്തെ മരങ്ങളടക്കം നശിപ്പിച്ചു. ഈ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്ന പറമ്പിലുണ്ടായിരുന്ന പ്ലാവ് തുടങ്ങി വാഴകൾ തുടങ്ങി സകലതും നശിപ്പിച്ചാണ് ഈ ഒറ്റയാൻ 1 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 1:30ക്കൊക്കെ ഈ വീട്ടിൽ വന്ന ഈ ആന ഈ തെങ്ങ് കുത്തിമറിച്ചിട്ട് വലിയ പരിഭ്രാന്തി വരുത്തി എന്നുള്ളതാണ് പറയുന്നത്. വലിയ പരിഭ്രാന്തിയിലായിരുന്നു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിക്കുന്നു. അവരെത്തിയാണ് ഈ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുന്നത്. 2-3 തവണയൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചതിന് ശേഷമാണ് അവർ ഇങ്ങോട്ട് എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ നമ്മളോട് പ്രതികരണം നടത്തിയ ഈ ചേട്ടനായിരുന്നു ഇന്നലെ പ്രതികരിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ചേച്ചി, എന്താ സംഭവിച്ചത്? ഇന്നലെ 1:30 ആന വന്നപ്പോൾ വലിയ ആനയാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ 3:30 ഞങ്ങൾ കിടന്നപ്പോൾ ആനയുടെ ശല്യങ്ങൾ ഇപ്പോൾ കൂടുതലാണ് ഇവിടെ. ഞങ്ങൾ പേടിച്ചാണ്. വീടിൻ്റെ സൈഡിൽ ഉണ്ട് തെങ്ങുകൾ. പേടിച്ചാണ് ഇന്നലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു ആന. പിന്നെ ആന വന്നിട്ട് പിന്നെ ഞങ്ങൾ ഫോറസ്റ്റുകാരെ വരുത്തി. ഫോറസ്റ്റുകാരാണ് ആനേനെ ഓടിച്ചു വിട്ടത്. അതെ, നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് സംസാരിച്ച് പോയതിനു ശേഷമാണ് ആന വരുന്നത് അല്ലേ വീണ്ടും? അതെ. ഇതിലിപ്പോൾ ഇന്നലെ മുഖ്യമായിട്ടുള്ള പ്രശ്നം വന്നിട്ടുള്ള RRT വളരെയധികം കുറവ് കൂടിയുണ്ട്. ഇന്നലെ ഫോറസ്റ്റുകാരെ വിളിച്ചു. ആ സ്പോട്ടിൽ അവരവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ 3-4 സ്പോട്ടുകളിലെ ആനയാണ്. അവരെ ഓടിക്കാതെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം. അതാണ് ഏറ്റവും വലിയ ഇവിടെ ഏറ്റവും അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. RRT വികസിപ്പിക്കണം. ഒരു 3-4 ബാച്ച് RRT ഇടേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട്. അത് പഞ്ചായത്ത് തന്നെ തീരുമാനിച്ച് പഞ്ചായത്ത് തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, കർഷകർക്ക് വേണ്ടിയിട്ട്. അത് തന്നെയാണ്. അതായത് ഈ RRT സംഘം അടക്കം വിപുലപ്പെടുത്തിയാൽ മാത്രമാണ് ഈ താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇറങ്ങി ഒറ്റയാൻ ഈ ഇടത്ത് ഭാഗത്ത് മാറി ഒരു വലിയ പറമ്പുണ്ട്. ആ മേഖലയിലെല്ലാം ഇറങ്ങി അവിടെ വീടിന് മുന്നിലെത്തി നാശനഷ്ടമൊക്കെ വരുത്തി 6:45 കൂടിയാണ് കാട് കയറിയത്. ആന ഈ നാട്ടുകാർ തന്നെ ആനയെ പിന്നീട് പടക്കം പൊട്ടിച്ച് കയറ്റി വിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ അതിരപ്പള്ളി 14, 15 തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വിവിധ മേഖലകളിൽ ഈ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, നാശനഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ RRT സംഘത്തെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നത്. സുരേഷ് സജി, ഇന്നലെ വെറ്റിലപ്പാറ അതിരപ്പള്ളി ഭാഗങ്ങളിലൊക്കെ തന്നെ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. ഇന്നലെ പ്രൈം ടൈം വിത്ത് എസ്കെൻ എന്ന പരിപാടിയിൽ നേരിട്ട് ഈ കാട്ടാന വനത്തിൻ്റെ അതിർത്തിയിലുള്ള വീടുകളിലേക്കൊക്കെ വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. സുരേഷ് സജി ഉൾപ്പെടുന്ന വാർത്താ സംഘം ഇപ്പോഴും അതിരപ്പള്ളിയിൽ തുടരുകയാണ്.